നിങ്ങളെല്ലാവരും പത്രം വായിക്കുന്ന ആളുകളാണ്. ഓരോ ദിവസത്തെ വാർത്തയും നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ മയക്കുമരുന്ന് വിൽപ്പനയുടെ കരിയർമാരായും അതുപോലെ തന്നെ ബലാത്സംഗ കേസുകളിലും അനുബന്ധമായ ഒരുപാട് അധാർമിക പ്രവർത്തനത്തിൻ്റെ തലപ്പത്തമുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ഇത്രയൊക്കെ മദ്രസകളും മതസംവിധാനങ്ങളും മഹല്ല് സംവിധാനങ്ങളും പള്ളിയിൽ ഉത്ബോധനവും ഒക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് നമ്മുടെ തലമുറയിൽ ഇങ്ങനെ ഒരു സവിശേഷത നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? നമ്മളതേക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? നമ്മുടെ മദ്രസകളുടെ മൊത്തം ഒരു കണക്കെടുത്ത് നോക്കൂ നിങ്ങൾ. ഓരോ പ്രദേശത്തെയും മദ്രസയുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ മദ്രസകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ കെട്ടിടത്തിന് തന്നെ എത്ര ലക്ഷം രൂപ വരുമെന്ന് മൊത്തം കണക്ക് കൂട്ടിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപാരമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്കൂളിൽ പോലും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മദ്രസകളിൽ സംവിധാനിച്ചത് കാണാൻ കഴിയും. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ലിഫ്റ്റുള്ള മദ്രസയുണ്ട്. ഒരുപാട് മദ്രസകൾ. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മുനവറുൽ ഇസ്ലാം മദ്രസ ഒരു ഉദാഹരണമാണ്. നിരവധി ദീനി സ്ഥാപനങ്ങൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നത് നമ്മൾ സംവിധാനിച്ചിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ ചെലവുകളെന്ന് പരിശോധിച്ചാൽ സർക്കാർ ബജറ്റിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വന്തം കെട്ടിടങ്ങളാണ്. സർക്കാരിൻ്റെ സ്കൂൾ സംവിധാനത്തെ നിങ്ങൾ പരിശോധിച്ചാൽ പകുതിയിൽ കൂടുതൽ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളാണ്. കെട്ടിടം മാനേജറുടേതാണ്, ഫർണിച്ചർ മാനേജറുടേതാണ്, സ്ഥലം മാനേജറുടേതാണ്. സർക്കാർ അവിടെയുള്ള അധ്യാപകർക്ക് ശമ്പളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നേരെ മറിച്ച് നമ്മുടെ മദ്രസകൾ മുഴുവൻ സമുദായത്തിൻ്റെതാണ്. നമ്മുടെ മദ്രസകളുടെ ഫർണിച്ചറുകളും അനുബന്ധ സംവിധാനങ്ങളും ശമ്പളം കൊടുക്കുന്നതും ഒക്കെ നമ്മളാണ്. ഒരു സർക്കാർ സഹായവും നമ്മളതിനു വേണ്ടി സ്വീകരിക്കുന്നില്ല. അങ്ങനെ സംവിധാനം നമ്മുടെ നാട്ടിൽ ഈ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നിരവധി ഏക്കർ വഖഫ് സ്വത്തുകളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഈ മതസ്ഥാപനത്തിൽ 100,000-ഓളം അധ്യാപകരെ വെച്ചുകൊണ്ട് ദീൻ പഠിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഈ ധാർമ്മികമായ അധപ്പതനത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു എന്ന ചോദ്യം നിങ്ങളുടെ മുമ്പിലില്ലേ? അവിടെയാണ് നമ്മൾ നമ്മുടെ പോരായ്മ കണ്ടെത്തേണ്ടത്. ആ പോരായ്മ കണ്ടെത്തിക്കൊണ്ട് പരിഹരിക്കാൻ നമ്മൾ മുന്നോട്ട് വരാത്ത പക്ഷം നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഫലം പൂർണ്ണമായി അനുഭവിക്കാൻ നമ്മുടെ സമൂഹത്തിന് ഇന്ന് സാധിച്ചിട്ടില്ലാത്തതുപോലെ ഇതുപോലെ തുടരും. ഇത് കുറ്റപ്പെടുത്തലല്ല, മറിച്ച് വിലയിരുത്തലാണ്. കുറ്റപ്പെടുത്തലും വിലയിരുത്തലും രണ്ടാണ്. നമ്മൾ ശരിക്കും പരിശോധിച്ചുകൊണ്ട് പറയേണ്ട കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളെ മനസ്സിനെ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? മദ്രസ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. പഠിപ്പിക്കാൻ മുഅല്ലിമുകളില്ലാത്തത് കൊണ്ടാണോ? അല്ല. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണോ? ഒന്നുമല്ല. പക്ഷെ നമ്മുടെ സമുദായത്തിൽ അലസമായൊരു മനോഭാവം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മതവിദ്യാഭ്യാസത്തോട്. ഞാനതിൻ്റെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ഇവിടുത്തെ മദ്രസയുടെ കണക്ക് പഠിച്ചാലും ബോധ്യപ്പെടും. സദർ മുഅല്ലിം വേദിയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ, 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്ന്, 10-ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. 1-ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ 10% കുട്ടികൾ പോലും 10-ാം ക്ലാസ്സിൽ ഉണ്ടാവില്ല. 100 കുട്ടികൾ 1-ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 10 കുട്ടികൾ 10-ാം ക്ലാസ്സിൽ ഉണ്ടാവില്ല. 11-ാം ക്ലാസ്സിൽ അത്രയും കുട്ടികൾ ഉണ്ടാവില്ല. ഇവിടെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ 12-ാം ക്ലാസ് നിർത്തിവെച്ചു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ നാളെ സദർ മുഅല്ലിമിനെ കണ്ട് ചോദിക്കണം 1-ാം ക്ലാസ്സിൽ എത്ര കുട്ടിയുണ്ട്. ആ കുട്ടികൾ 5-ാം ക്ലാസ് വരെ വന്നിട്ടുണ്ടാകും. 7-ലെത്തിയപ്പോൾ 6-ലെത്തിയപ്പോൾ കുറഞ്ഞു, 7-ൽ കുറഞ്ഞു, 8-ൽ കുറഞ്ഞു, 9-ൽ കുറഞ്ഞു, 10-ൽ കുറഞ്ഞു, ഡ്രോപ്പ് ഔട്ട്. നിങ്ങളുടെയൊക്കെ മക്കൾ ഏത് ക്ലാസ്സിൽ നിന്നാണ് ഇറങ്ങിപ്പോയത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബാധ്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടി ഇറങ്ങിപ്പോയത് ഒരുപക്ഷെ 5-ാം ക്ലാസ്സിൽ നിന്നാകും. 5-ാം ക്ലാസ് പഠിച്ച് ജയിച്ച മുഴുവൻ കുട്ടികളും 7-ലേക്ക് വന്നിട്ടില്ല. 7-ാം ക്ലാസ്സിൽ പഠിച്ച് ജയിച്ച കുട്ടികളൊന്നും 8-ലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് 1-ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ 10% കുട്ടി പോലും 10-ാം ക്ലാസ്സിൽ ഇല്ലാത്തത്. മരിച്ചു പോയതല്ല, സാംക്രമിക രോഗം വന്ന് അവരെ മുഴുവൻ അള്ളാഹു കൊണ്ടുപോയതല്ല, മറിച്ച് നമ്മുടെ കുട്ടി ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങളുടെ കുട്ടി 5-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ആ കുട്ടിക്കുള്ള പ്രായം എത്രയാണ്? ആ കുഞ്ഞിനെ നമ്മൾ 5-ാമത്തെ വയസ്സിൽ കൊണ്ടുചെന്ന് മദ്രസയിലാക്കിയിരുന്നുവെങ്കിൽ ആ കുട്ടി 5-ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 10 വയസ്സ് പ്രായമാകും. ഞാനീ പറയുന്ന വിഷയം ഗൗരവത്തോടെ ചിന്തിക്കണം. നിങ്ങൾ ചെവി കൊടുക്കില്ല. പലരും ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. മദ്രസ ഉണ്ടാകും, കെട്ടിടമുണ്ടാകും, മുഅല്ലിമുകളുണ്ടാകും, പഠനമുണ്ടാകും. ഒരു റുട്ടീൻ സംവിധാനം എന്ന രീതിയിൽ, ഒരു ഉപചാരം അല്ലെങ്കിൽ ഒരു മാമൂൽ എന്ന രീതിയിൽ ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളാണ് നമ്മൾ. ഈ കുട്ടി 5-ാം ക്ലാസ്സിലെത്തുന്ന സമയത്ത് 10 വയസ്സേ പ്രായമാകൂ.
മാക്സിമം വന്നാൽ ഒരു 11 വയസ്സ് പ്രായം ഉണ്ടാവും. ഇനി ആ കുട്ടി 7ാം ക്ലാസ്സിലെത്തുമ്പോഴോ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് പ്രായപൂർത്തിയായിട്ടില്ല. പ്രായപൂർത്തിയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാലും ശരി, ആ കുട്ടിക്ക് പക്വത എത്തിയിട്ടില്ല. കാരണം 15 വയസ്സ് വരെയെങ്കിലും ഒരു കുട്ടിയെ നമ്മൾ ശരിക്കും മതം പഠിപ്പിച്ചെങ്കിലേ കുട്ടിക്കൊരു പ്രായം തികഞ്ഞ പക്വത കിട്ടൂ, റഷീദായി മുലു ആവുക എന്ന് പറയും. ഇവിടെ നമ്മളെ കുട്ടികളെ മുഴുവൻ നമ്മൾ പ്രായപൂർത്തിയുടെ പ്രായത്തിൻ്റെ മുമ്പ് മതം പഠിപ്പിച്ച് നിർത്തുകയാണ്. ആരുടെ മക്കളാണ് 15 വയസ്സിൽ കൂടുതൽ മതം പഠിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുള്ളത്? ചെറിയൊരു ശതമാനം. അതിൻ്റെ കൃത്യമായ കണക്ക് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിജയപട്ടിക എടുത്താൽ ബോധ്യപ്പെടും. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് 5ാം തരത്തിലും 7ാം ക്ലാസ്സിലും 10ാം തരത്തിലും 12ാം തരത്തിലുമാണ് പബ്ലിക് എക്സാം നടത്താറുള്ളത്. പൊതുപരീക്ഷ എന്ന് നമ്മൾ പറയും. ആ പൊതുപരീക്ഷയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷയിൽ ഇതുവരെ 5ാം തരം മദ്രസ കഴിഞ്ഞ വർഷം വരെ പാസ്സായ കണക്ക് 39,29,199 കുട്ടികളാണ്. നിങ്ങളൊരു സൗകര്യത്തിന് വേണ്ടി 40 ലക്ഷം കുട്ടികളെന്ന് കണക്കാക്കിക്കോളും. ഒറ്റയടിക്ക് പറഞ്ഞാൽ 40 ലക്ഷം കുട്ടികൾ 5ാം തരം പാസ്സായി. 5ാം തരം പൊതുപരീക്ഷ ആരംഭിച്ചതിന് ശേഷം 40 ലക്ഷം കുട്ടികൾ പൊതുപരീക്ഷ പാസ്സായി. കഴിഞ്ഞ കൊല്ലത്തെ കണക്കൂടി കൂട്ടിയാൽ അതിനേക്കാൾ കൂടും. ഇക്കഴിഞ്ഞ റമദാനിലെ കണക്ക് അത് ഞാൻ എടുത്തിട്ടില്ല. ആ കുട്ടികളിൽ നിന്ന് 7ാം ക്ലാസ്സിൽ വന്നു ചേർന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ എത്രയാ? 20,32,310. 40 ലക്ഷം 20 ലക്ഷമായി. 50% കുട്ടികൾ 5ാം ക്ലാസ്സിൽ വെച്ച് പിരിഞ്ഞു പോയി, 7-ലെത്തിയില്ല. അവിടെ നിന്ന് കുട്ടികൾ 10ാം ക്ലാസ്സിലെത്തിയപ്പോഴോ 5,01,298 മാറി. 5 ലക്ഷം 20 ലക്ഷം 5 ലക്ഷമായി. നിങ്ങൾ ഓർക്കണം എത്ര കുറവ് വന്നു ഈ കുട്ടികൾ. ഈ കുട്ടികൾ കേട്ടു 40 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമേ 10ാം ക്ലാസ്സിലെത്തിയുള്ളൂ. 40 ലക്ഷം കുട്ടികൾ 5ാം ക്ലാസ് പഠിച്ചപ്പോൾ 5 ലക്ഷം കുട്ടികളെ 10ാം ക്ലാസ്സിലെത്തിയുള്ളൂ എന്ന് പറഞ്ഞാൽ 35 ലക്ഷം കുട്ടികളും 35 ലക്ഷം കുട്ടികളും പിരിഞ്ഞു പോയി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും 15 വയസ്സ് വരെ മതം പഠിക്കാത്തവരാണ്. അവർക്ക് എന്ത് തിരിച്ചറിവാണുള്ളത്? അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഫലമുണ്ടോ? അവർ മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ അടിമകളായി മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് വൃത്തികേടിച്ച് നടക്കുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് എന്താ അവകാശമാണുള്ളത്? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ 10ാം ക്ലാസ് വരെയെങ്കിലും മതം പഠിപ്പിച്ചുകൂടാ? കുട്ടികൾ വഴിപിഴക്കുന്നതിൽ കണ്ണീരൊലിപ്പിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും, കുട്ടി മയക്കുമരുന്നിന് അടിമയാകുമ്പോൾ കരയുന്ന ഉപ്പമാരും ഉമ്മമാരും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു പക്വത എത്തും വരെ ഞാൻ മതം പഠിപ്പിച്ചു കൊടുത്തില്ല? ആ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരണം. അപ്പോഴേ ഈ കെട്ടിടം ഫലവത്താകൂ. വെറും 5ാം ക്ലാസ് മദ്രസ വരെ പഠിപ്പിക്കാൻ ഇങ്ങനൊരു കെട്ടിടത്തിൻ്റെ ആവശ്യമുണ്ടോ? ചിന്തിക്കും നിങ്ങൾ. പിന്നെ ഉയർന്ന ക്ലാസ്സുകളിൽ ഈ അധ്യാപകരെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ പറഞ്ഞേക്കാത്തത് ആരാ? രക്ഷിതാക്കളാണ്. പഠിപ്പിക്കാൻ അധ്യാപകരുണ്ട്. ശമ്പളം കൊടുത്താൽ നല്ല അധ്യാപകരെ കിട്ടും. നമ്മുടെ കയ്യിൽ അല്ലാഹു നിഅമത്ത് തന്നിട്ടുണ്ട്. സിലബസ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിർമ്മിച്ചിട്ടുണ്ട്. പാഠപുസ്തകം വിദ്യാഭ്യാസ ബോർഡ് തന്നിട്ടുണ്ട്. നല്ല പ്രഗത്ഭരായ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മൾ പറഞ്ഞതുപോലെ പഠിക്കും. നമ്മൾ നിർബന്ധിച്ചാൽ കുറ്റം രക്ഷിതാവിൻ്റെത് മാത്രമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാചകമുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. ഞാനും നിങ്ങളും മുഴുവൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്തെങ്കിലും ഒരു തൊഴിലുണ്ടാകും. നേരം വെളുത്താൽ നിങ്ങൾ 10 രൂപ സമ്പാദിക്കാനുള്ള തിരക്കിലായിരിക്കും. എന്തിനാണ് ഈ സമ്പാദ്യം? ഗൾഫിലൊക്കെ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ പോലും വൈകിച്ചുകൊണ്ട് ജോലി ചെയ്ത് തളർന്നിരിക്കുന്നൊരു വ്യക്തിയോട് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് വെച്ചാൽ മക്കൾക്ക് വേണ്ടി എന്നാണ് മറുപടി. അയാൾക്ക് വേണ്ടി എന്നാരും പറയാറില്ല, എനിക്ക് വേണ്ടി എന്നാരും പറയാറില്ല, മക്കൾക്ക് വേണ്ടി. എല്ലാവരും ജോലി ചെയ്ത് നമ്മുടെ സന്തതികൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ വീട്ടുകാർ വളർത്തുന്ന ഈ കുട്ടികളുണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മൾ സമ്പാദിക്കുന്ന ഈ സമ്പത്തുണ്ടല്ലോ, നമ്മുടെ മക്കളും നമ്മളെ സമ്പത്തും. മക്കൾ സമ്പത്ത്, സമ്പത്ത് മക്കൾ, അതിൽ കിടന്ന് കറങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ. എല്ലാവരും അങ്ങനെയാണ്. ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണമൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു ആസ്തി ഉണ്ടായിക്കോട്ടെ, അവർ നന്നായി ജീവിക്കട്ടെ, അവരെ പഠിപ്പിക്കട്ടെ, വളർത്തട്ടെ. എന്നാൽ അല്ലാഹു പറയുന്നു, ഇത് രണ്ടും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. നിങ്ങൾ സമ്പാദിച്ച സമ്പത്തും നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല, നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഉപകരിക്കില്ല. ഇവിടെ യോമ ഒരു ദിവസം അഥവാ പരലോകത്ത് നിങ്ങൾ വിചാരണക്ക് നിൽക്കുമ്പോൾ. എന്നാൽ ഇത് രണ്ടും ഉപകരിക്കും ആർക്ക്? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം.
അള്ളാഹുവിന് മുമ്പിൽ സലീമായ ഹൃദയവുമായി സുരക്ഷിത ഹൃദയവുമായി പടച്ചറബിന്റെ മുമ്പിലെത്തിയവർക്ക് ഉപകരിക്കും. നല്ല ഹൃദയവുമായി പടച്ചറബിന്റെ മുമ്പിലെത്തിയവർക്ക് ഉപകരിക്കും. ആരാണ് ഈ കൽബ് സലീം? മുഫസ്സിരീങ്ങളിൽപ്പെട്ട ചിലർ കൽബിൻ സലീം എന്ന കൽബ് സലീമായ ആളെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ട് തഫ്സീറിൽ പറഞ്ഞ 2 വാചകമുണ്ട്. ആരാണ് ഈ ഭാഗ്യവാന്മാർ എന്ന് പരിശുദ്ധ ഖുർആന്റെ തഫ്സീറിൽ മഹത്തുക്കൾ ഉദ്ധരിക്കുന്നു. എന്താ പറഞ്ഞത്? അല്ലദീ അൻഫഖ മാലഹു ഫിൽ ബിർരി വ അർശദ ബനീഹി ഇലൽ ഹഖ് എന്നാണ് പറഞ്ഞത്. തൻ്റെ സമ്പത്ത് നല്ലതിന് വേണ്ടി ചെലവഴിക്കുകയും മക്കളെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുകയും ചെയ്തവർ. തൻ്റെ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കുക, എങ്ങനെ? ദീനിന് കൊടുക്കുക, ദീൻ പഠിക്കാൻ, നല്ലതിന് ഉപകരിക്കുക, ഉമ്മായും ബാപ്പായും സംരക്ഷിക്കാനൊക്കെ സമ്പത്ത് ഉപകരിക്കുക, അത് ഉപകരിക്കും. വ അർശദ ബനീഹി, തൻ്റെ മക്കളെ നേരെയാക്കുക, ഇലൽ ഹഖി, സത്യത്തിൻ്റെ പാതയിലേക്ക്. നമ്മുടെ മക്കളെ സത്യത്തിൻ്റെ പാതയിലേക്ക് വഴി നടത്താൻ ആദ്യം ചെയ്യേണ്ടത് ദീൻ എന്താന്ന് പറഞ്ഞു കൊടുക്കലാണ്. ആ ദീൻ എന്താന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മക്കൾ നേരായ മാർഗത്തിൽ വരും.